അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ റീജിയണൽ മേധാവിമാരും നമ്മുടെ ബ്യൂറോകളിലുള്ള നമ്മുടെ മേധാവിമാരും ഒക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളും നമ്മളുടെ ജേർണലിസ്റ്റുകളും ഒക്കെ തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നുണ്ട്. ഇത് ലോകമെമ്പാടും ഇരുന്ന് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്നേഹം. നമ്മുടെ തിരുവനന്തപുരം റീജിയനും അതേപോലെ കോഴിക്കോട് റീജിയനും കൊച്ചി റീജിയനിലും ടീമുകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ 3-ാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 15-ാം വർഷത്തിലേക്ക് അനുഭവ കരുത്തുമായി നമ്മളുടെ സംഘം ചേരുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിക്കൂ, റിപ്പോർട്ടർ എന്ന പേരിനെ അന്വർത്ഥമാക്കുന്നത് പോലെയാണ് ഫീൽഡിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. നമ്മളുടെ ഏറ്റവും വലിയ കരുത്തിവരാണ്. നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് TV പ്രസാദും സംഘവുമുണ്ട്, കൊച്ചിയിൽ നിന്ന് ലേബി സജീന്ദ്രനും സംഘവുമുണ്ട്, കോഴിക്കോട് നിന്നും നമുക്കിപ്പം VS രഞ്ജിത്തും സംഘവുമുണ്ട്. ആദ്യം ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകുന്നു. 3 റീജിയനുകൾ നമുക്ക് ഫ്രെയിമിൽ എടുക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സ്നേഹം നമുക്ക് തോന്നുന്നു ബാക്കിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഡെസ്കിൻ്റെ വിഷ്വൽസും ഉണ്ട് അവിടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഇവിടെയാണ്, ഇത് തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ വരുന്നുണ്ട്. അവിടെ TV പ്രസാദും സംഘവും തയ്യാറാണ്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ഇതിൽ നമുക്ക് ആകെയുള്ളൊരു സങ്കടം, നമുക്ക് എല്ലാ ജീവനക്കാരെയും വെച്ചുകൊണ്ട് നമുക്ക് ഒരു പരിപാടി നടത്താൻ പറ്റില്ലല്ലോ. കാരണം TV ഓഫാക്കാൻ പറ്റില്ലല്ലോ, വാർത്ത ഓഫാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഉള്ളതിൽ 1/3 ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമ്മുടെ റോഷിപ്പാല് പുറത്തേക്ക് ഷൂട്ടിന് പോയി, സുനിഷ പുറത്താണ്, അശ്വിൻ പുറത്താണ്. അങ്ങനെ അവരുടെ ടീമും കൂടി പുറത്താണുള്ളതാണ്. ഗോപാൽ പുറത്താണ്. ഗോപാൽ നമ്മൾ ഇമ്പാക്റ്റ് വാർത്ത എടുക്കാൻ പോയിട്ടാണുള്ളത്. അപ്പോൾ നമ്മുടെ 1/3 ആളുകൾ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവർക്കും വേണ്ടിയാണ് ഒരു കേക്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും വലിയ സന്തോഷത്തിലുമാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തോളൂ TV പ്രസാദ്. അപ്പോൾ പിറന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിന്, അല്ലേ? 3-ാമത്തെ പിറന്നാളിലേക്കാണ്, 15-ാമത്തെ വാർത്താ ലോകത്തേക്കാണ്, വാർത്താ വർഷത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ TV പ്രസാദ് സംഘവും തിരുവനന്തപുരത്ത്. നമുക്ക് കൊച്ചിയിലേക്ക് കൂടി ഇത് പോകണം. കൊച്ചിയിൽ നമുക്കൊപ്പം ലേബി സജീന്ദ്രനും സംഘവുമുണ്ട്. കോഴിക്കോട് VS രഞ്ജിത്തും സംഘവും നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ലേബിയിലേക്ക് പോയാൽ, ലേബി, ഗുഡ് മോർണിംഗ്. ലേബിയും സംഘവും അടാറ് ടീമാണ് കേട്ടോ കൊച്ചി. വലിയ സന്തോഷത്തോടുകൂടിയാണ്. തീർച്ചയായും ഡോക്ടർ അരുൺ, നമ്മൾ വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഭയരഹിതമായ ജേർണലിസത്തിൻ്റെ ജൈത്രയാത്ര തുടരുമ്പോൾ എല്ലാവരും വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് കൊച്ചി ബ്യൂറോയിൽ നിൽക്കുന്നത്. നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാനാവില്ല. അർജുൻ മിട്ടന്നൂരും സംഘവും പുറത്താണ്. അതുപോലെ മാർക്കറ്റിംഗ് ടീം കുറേ പേരെത്താനുണ്ട്. നമ്മൾ 26 പേരാണ് ഇവിടെ ആകെയുള്ളത്. തുടക്കം മുതലുള്ള അലി അക്ബർ ഷായുണ്ട്, ഇടയ്ക്ക് വന്ന് ജോയിൻ ചെയ്ത ശരണും സജോയും ഒക്കെ ഉണ്ട്. അലിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? തുടക്കം മുതലുണ്ടല്ലോ ഈ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന ടാഗ് ലൈനിനോട് നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ടോ പൂർണ്ണമായും? ഉറപ്പായും. നമ്മൾ 2 വർഷം മുമ്പ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് നേരെ വന്ന ഗുരുതരമായ വിമർശനങ്ങൾ, ഇതൊന്നും സാധ്യമാകില്ല, അതൊക്കെ പാതി വഴിയിൽ പോകും എന്നൊക്കെ പറഞ്ഞ് വളരെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരുപാട് വിമർശനങ്ങൾ അന്ന് നമുക്ക് ഞങ്ങൾ ശ്രമിക്കുമെന്നതിനപ്പുറം ഒരു മറുപടി അവർക്ക് കൊടുക്കാനില്ലായിരുന്നു. പക്ഷേ ഈ 2 വർഷത്തിന് ഇപ്പുറം നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ മറുപടിയാണ് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതും ഈ ലക്ഷോപലക്ഷം മനുഷ്യരുടെ വിശ്വാസം നേടിയെടുത്ത് അവരുടെ മനസ്സിൽ 1-ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു എന്നുള്ളതും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കൊടുത്ത വാർത്ത ഉൾപ്പെടെ, അല്ലേ, രാജഗിരി വാർത്ത ഉറപ്പായും ഇന്ന് നമ്മൾ കൊടുത്ത വാർത്ത ഉൾപ്പെടെ, ആ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്ത ശേഷം മറ്റു മാധ്യമങ്ങളെയും അവർ അറിയിച്ചിരുന്നു. പക്ഷേ ആരോട് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ശരണുണ്ട്, സജോയുണ്ട്, എല്ലാവർക്കും മറ്റു സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് സന്തോഷം തന്നെയല്ലേ ഇവിടെ വന്നപ്പോൾ? എന്താ വ്യത്യാസം? തീർച്ചയായിട്ടും വൈബ്രന്റ് ആയ എനർജറ്റിക് ആയിട്ടൊരു ടീമാണ്. ആ ടീമിനൊപ്പം ചേരാൻ കഴിഞ്ഞതിലാണ് സന്തോഷം, ഇവിടുത്തെ ടീമിന്റെ എനർജി. ഓക്കെ, അപ്പോൾ ലേബി, നമുക്ക് കേക്ക് മുറിക്കലും കൂടി ആവാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി. കൊച്ചി ബ്യൂറോയുടെ ആഘോഷമാണ്. ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് പോകണം. താങ്ക് യു ലേബി, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കോഴിക്കോട്ടേക്ക് കൂടി ഒന്ന് പോകണം. കോഴിക്കോട് VS രഞ്ജിത്തും സംഘവുമുണ്ട്. മധുരവുമായി 15-ാം വർഷത്തിലേക്ക് കടക്കുന്നു. 14 വർഷത്തിൻ്റെ മാധ്യമാനുഭവ പരിചയത്തിൽ നിന്നാണ് റിപ്പോർട്ടർ TV റീബ്രാൻഡ് ചെയ്ത് 3-ാം വർഷത്തിലേക്ക് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. VS രഞ്ജിത്തും സംഘവുമുണ്ട്. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്ത് ആൻഡ് ടീം, VS രഞ്ജിത്ത് ആൻഡ് കോ എന്നാണ് നമ്മൾ പറയുക, അല്ലേ? കോഴിക്കോട് വളരെ വൈബ്രൻ്റായ നമ്മുടെ ടീമാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വാർത്തകൾ സംഭവിച്ച ഒരു റീജിയനാണ് തിരുവനന്തപുരം പോലെ തന്നെ, കൊച്ചി പോലെ തന്നെ കോഴിക്കോടും വളരെ സമർത്ഥമായിട്ട്. അഭിലാഷൊക്കെ ഷിരൂര് പണിയെടുത്തത് നമുക്ക് എത്ര തവണ പറഞ്ഞാലും മനസ്സിലാവില്ല. നമുക്കത് ഇപ്പോഴും തീരില്ല എന്നുള്ളതാണ് ആ ടീമിലുള്ള മുഴുവൻ അംഗങ്ങളും. അപ്പോൾ രഞ്ജിത്ത്, ഹാപ്പിയാണ് എന്ന് തോന്നുന്നു എല്ലാവരും. നമുക്ക് വളരെ വേഗം മറ്റു വാർത്തയിലേക്ക് പോകണം. കേക്കൊക്കെ കട്ട് ചെയ്യാം. എന്താണ് എല്ലാവരുടെയൊക്കെ ഒരു ഇന്നത്തെ മൊമെന്റിലെ ഒരു പൾസ് എന്താണ്? ഡോക്ടർ അരുൺ, എത്രത്തോളം സന്തോഷമുണ്ടെന്നുള്ളത് എനിക്ക് ശബ്ദത്തിലൊരു പ്രശ്നമുള്ളതുകൊണ്ട് ചിലപ്പോൾ ആ സന്തോഷം പ്രകടമാക്കാൻ സാധിക്കില്ല. എന്തായാലും എൻ്റെ ടീമിൽ അവിടെ മുഴുവൻ ആളുകളുണ്ട്. ഈ ടീം മാത്രമല്ല, നമുക്ക് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള നമ്മളെ ബ്യൂറോകൾ, ഏറ്റവും കൂടുതൽ ബ്യൂറോകളുള്ള ഒരു റീജിയൻ കൂടിയാണ്. ഞങ്ങൾ 5 പേരായിരുന്നു റിപ്പോർട്ടർമാരുണ്ടായിരുന്നത്. ആ സംഘത്തിലേക്ക് അഭിജിത്ത് കൂടി ഇത്തവണ വന്ന് 6 റിപ്പോർട്ടർമാരാവുകയാണ്. അതുപോലെ ക്യാമറ സംഘം എന്ന് പറയുന്നത് 7 ക്യാമറമാരുള്ള ബ്യൂറോ ആണ്. 6
ഡ്രൈവേഴ്സ് ഉള്ള ബ്യൂറോ ആണ്. ഞങ്ങളെല്ലാം ഒരു കുടുംബം പോലെയാണ് എന്നുള്ളതാണ് കോഴിക്കോട് ബ്യൂറോയെക്കുറിച്ച് നമുക്ക് എപ്പോഴും പറയാൻ പറ്റുക. ഞങ്ങളുടെ ഒരു കാരണവരായിട്ട് അഭിലാഷ് ചേട്ടനുണ്ട്. അഭിലാഷ് ചേട്ടനെ ഷിരൂരിന് പോയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ ഷിരൂരിലെ അഞ്ജുവിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു അനുഭവം മുതൽ അഭിലാഷ് ചേട്ടൻ നേരത്തെ റിപ്പോർട്ട് ടീവിൽ ഉണ്ടായിരുന്ന ആളാണ്. 2 വാക്ക് പറഞ്ഞാൽ നമുക്ക് കേൾക്കട്ടെ. തീർച്ചയായിട്ടും അഭിമാനകരമായ 2 വർഷങ്ങളാണ് കടന്നു പോകുന്നതാണ്. കാരണം നമ്മൾ എവിടെയാണോ ലക്ഷ്യം വെച്ചത് അവിടേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇവിടെ എങ്ങനെ നിൽക്കാം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം, നമ്മളോട് വാർത്തകളിൽ ഇടപെടാനാണ് പറയാറ്, അല്ലാതെ വാർത്തകൾ ചെയ്യാതിരിക്കണം എന്ന് പറയാറില്ല. അപ്പോൾ അതാണ് ഞങ്ങളുടെ അഭിമാനം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും അഭിമാനം പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളുടെ മുഴുവൻ സ്റ്റാഫ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങളെ എഡിറ്റോറിയൽ ബോർഡിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ സപ്പോർട്ടിന് നന്ദി കൂടി പറയുകയാണ് ഞങ്ങൾ. ഓക്കെ, താങ്ക് യു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അങ്ങനെ ചെറിയ സന്തോഷങ്ങളാണ്, പക്ഷേ എനിക്കറിയാം ഇത് പ്രേക്ഷകരിലേക്ക് ജീവിതത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ, അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇത് റീജിയനുകളാണ്. ഇനി നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മളുടെ സിംഗിൾ മാൻ ബ്യൂറോകളുണ്ട്, ഞങ്ങളുടെ പ്രാദേശിക റിപ്പോർട്ടർമാരുണ്ട്. അവരുടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് പേര് പോലെ തന്നെ റിപ്പോർട്ടറിനെ അന്വർത്ഥമാക്കുന്നതും. കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാൺ ചാനലാണ് ഏറ്റവും കൂടുതൽ പ്രാദേശിക റിപ്പോർട്ടർമാരുള്ള ഒരു സംവിധാനമാണ്. ഇവരെയൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്ന നമ്മളുടെ ഡെസ്ക് ടീമുണ്ട്, നമ്മുടെ സാങ്കേതിക വിദഗ്ധരുണ്ട്, അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, PCR-ന്റെ മുഴുവൻ വിഭാഗത്തിലും എഡിറ്റർമാർ മുതൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളുകൾ അടക്കം ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും PCR-ലും ക്യാമറയിലും അല്ലേ, മാർക്കറ്റിങ്ങിലും ഗ്രാഫിക്സിലും പ്രൊമോയിലും വെബിലും ഒക്കെയായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പോരാളികളെ പോലെയാണ് അവർ ഓരോരുത്തരും. ഓരോ വാർത്ത വരുന്ന സമയത്തും അതിനെ ഒരു എമർജൻസിയായി കണ്ട് നമ്മളുടെ വീട്ടിൽ സംഭവിച്ചതുപോലെ എന്ന മട്ടിലാണ് നമ്മളുടെയൊക്കെ ഇടപെടൽ നടക്കുന്നത്. അത് പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാവും. ഒരു കലർപ്പുമില്ലാതെ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ നൽകുകയാണ്.